പ്രിയ കലാസ്നേഹികളെ, സെന്റ് അഗസ്റ്റിൻ കൂട്ടായ്മയുടെ വാർഷികത്തോടനുബന്ധിച്ച് സെന്റ് അഗസ്റ്റിൻ തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്ന നാടകം മദ്യം സാത്താന്റെ ഉറവ. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ഇവിടെയുള്ളവരുമായി എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഗോഡ്സൺ ജോർജ് പെരുമ്പാവൂർ, സഹസംവിധാനം ജോർജ് പെരുമ്പാവൂർ, ശബ്ദാലങ്കാരം ബാസ്റ്റിൻ. അടുത്ത ഒരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. മദ്യം സാത്താന്റെ ഉറവ, മദ്യം സാത്താന്റെ ഉറവ, മദ്യം സാത്താന്റെ ഉറവ, മദ്യം സാത്താന്റെ ഉറവ. എന്തൊരു കഷ്ടപ്പാടാണിത്. രാവിലെ തുടങ്ങിയ പണിയാ, ഇതുവരെ തീർന്നിട്ടില്ല. കെട്ടിയോനാണെങ്കിൽ കോഴി കൂവുന്നതിന് മുമ്പേ ഷാപ്പിൽ പോകും. ഹോ, കഷ്ടപ്പെടാൻ ഞാൻ മാത്രം. എടീ ആൻസിയേ, എടീ, വീട്ടിലിരുന്ന് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ തിന്നു മുടിക്കാൻ ഒരു സാധനം. എന്താ അമ്മച്ചി, ഞാനിവിടെ സീരിയൽ കാണുവാണെന്ന് അമ്മച്ചിക്ക് അറിയില്ലേ? ഇതിന്റെ ഇടയ്ക്ക് അമ്മച്ചിയുടെ ഒരു ആൻസി വിളി. എടി, സീരിയൽ കണ്ട് സമയം കളയാതെ വല്ല പ്രയോജനമുള്ള കാര്യം ചെയ്യടി. ഒന്നുമില്ലെങ്കിൽ നിന്നെ 2-3 വർഷം കഴിഞ്ഞ് കെട്ടിച്ചു വിടാനുള്ളതല്ലേ. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാതെ എന്നെ ഒന്ന് വേഗം കെട്ടിച്ചുകൂടി അമ്മച്ചി. എന്നാൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. നിന്റെ അപ്പന് കള്ളു കുടിക്കണമെന്ന് വിചാരമല്ലാതെ മറ്റൊന്നും ആ കിഴങ്ങന്റെ തലയിലില്ല. വീട്ടിൽ കെട്ടിച്ചു വിടാൻ പ്രായമായ ഒരു പെണ്ണുണ്ടെന്ന വിചാരം പോലും ആ മനുഷ്യനില്ല. ചുമ്മാ അങ്ങ് നടന്നുകൊള്ളും, കള്ളും കുടിച്ച് വെളിവില്ലാണ്ട്. ആ, എന്തെങ്കിലും ആവട്ടെ, നീ വന്ന് ഈ നിലമൊക്കെ ഒന്ന് അടിച്ചു തുടച്ചേടി. എല്ലാം ഒരു കാലത്ത് ശരിയാവും അമ്മച്ചി. അതാണ് എന്റെ വിശ്വാസം. നീ ഇതൊക്കെ ഒന്ന് അടിച്ചു വാര്, എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട്. അമ്മേ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ രാജുവിന്റെ കൂടെ കളിക്കാൻ പോവാട്ടോ. ശരി മോനെ, പോയിട്ട് വാ. പക്ഷേ നീ എന്തിനാ പുസ്തകമൊക്കെ കൊണ്ടുപോകുന്നത്? അതോ അത് പിന്നെ എനിക്കമ്മേ കളിച്ചു കഴിയുമ്പോൾ അവന്റെ കൂടെ ഇരുന്ന് പഠിക്കാനാ. അങ്ങനെയോ? എന്നാ ശരി മോനെ, നീ പോയിക്കോ. ശരി അമ്മച്ചി, ഞാൻ പോയിട്ട് വരാം. പക്ഷേ നീ സൂക്ഷിക്കണം, ആപത്തിലൊന്നും ചെന്ന് ചാടരുത്. കണ്ടോടി, അവന് പഠിക്കാനുള്ള ആഗ്രഹം കണ്ടോ? അവനെനിക്ക് അഭിമാനമാണ്. മക്കളായ ഇങ്ങനെ വേണം. അവൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വായി നോക്കാൻ പോയതായിരിക്കും. നീ പോടി, അവൻ നിന്നെ പോലെ ഒന്നുമല്ല. നല്ലോണം പഠിക്കണം, അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് നീ അധികം കാട് കയറി ചിന്തിക്കാതെ ഈ ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് 4 അക്ഷരം പഠിക്കാൻ നോക്കും. നോക്കിക്കേ, നമ്മുടെ പള്ളിയിലെ നെല്ലിക്കുഴി അച്ഛൻ ദാ വരുന്നു. എന്റെ മോളെ, പുലിവാലായല്ലോ. എന്റെ കയ്യിലുള്ള കാശാണെങ്കിൽ നിന്റെ അപ്പൻ ആ മുഴുകുടിയൻ മുഴുവനും എടുത്തുകൊണ്ട് പോയി. ഇനി അച്ഛൻ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല പിരിവുമായിട്ടായിരിക്കുമോ? അച്ഛൻ പിരിവ് ചോദിച്ചാൽ കൊടുക്കാനായിട്ട് ഒന്നുമില്ലല്ലോ നമ്മുടെ കയ്യിൽ. നമ്മൾ എന്ത് ചെയ്യുമെടി? നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് തട്ടി മുട്ടി നിൽക്കാം അമ്മച്ചി. നീ എന്തെങ്കിലും പറഞ്ഞു നിൽക്ക, എനിക്കൊന്നും പറയാൻ വയ്യ. കള്ളത്തരം പറയാൻ നീ മിടുക്കി. അത് മാത്രം നിന്റെ അപ്പൻ നിന്നെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മച്ചി മോശമില്ല. വാടി, നമുക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ ഒന്ന് നേരെയാക്കി ഇടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ചോ, ഒരു മുന്നറിയിപ്പോ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? അതെന്താടി മോളെ, നിന്റെ വീട്ടിൽ വരാൻ ഞാൻ മുന്നറിയിപ്പ് തരണോ? അയ്യോ അച്ചോ, അതൊന്നും വേണ്ട.
അച്ഛനെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. ആട്ടെ, പിന്നെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു അച്ചോ. ഓ, അങ്ങനെ പോകുന്നു എന്നല്ല, എങ്ങനെയോ പോകുന്നു. എടി, എൻട്രൻസ് എക്സാം എഴുതാൻ തുടങ്ങിയിട്ട് എത്ര നാളായടി? ഇത്തവണയെങ്കിലും ജയിക്കുവോ? അതെ അച്ചോ, എനിക്ക് ജയിക്കാൻ വലിയ ആഗ്രഹം. പക്ഷെ എന്റെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ടീച്ചർമാർക്ക് തീരെ ആഗ്രഹമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ കളിച്ചു നടന്നോ പഠിക്കാണ്ട്? പഠിത്തം മാത്രം പോരാ, പ്രാർത്ഥനയും വേണം. നിന്നെ പള്ളിയിൽ ഈടെയൊന്നും കാണാറില്ലല്ലോ. എന്താ കുട്ടി വരാത്തത്? എന്റെ അച്ചോ, പള്ളി പോകാൻ സമയം കിട്ടാറില്ല. കുങ്കുമപ്പൂ കഴിഞ്ഞാ സ്ത്രീധനം, അത് കഴിഞ്ഞാ അമ്പക്കിളി, അത് കഴിഞ്ഞാ വൃന്ദാവനം, അങ്ങനെ 10-15 സീരിയലുകളാ. ശനി ഞായറാണെങ്കിലോ സിനിമ കഴിഞ്ഞിട്ട് നേരോ ഇല്ല. ഇതെല്ലാം കണ്ടു തീർക്കാൻ ഞാനല്ലേ ഉള്ളൂ ഈ വീട്ടിൽ. അച്ഛൻ എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെ? ഇങ്ങനെ സീരിയൽ കണ്ട് ജീവിതം നശിപ്പിക്കാതെ പള്ളിയിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ഭാവിയിൽ ഉപകരിക്കും. ശരി അച്ചോ, ഞാൻ ശ്രമിക്കാം. ശരി. എടി മറിയാമ്മേ. എന്താ അച്ചോ? വെള്ളം കുടിക്കച്ചോ. പിള്ളേർക്ക് വഴികാട്ടിയാവേണ്ടത് അമ്മമാരാണ്. നിന്നെയും ഞാൻ പള്ളിയിൽ തീരെ കാണാറില്ല. അച്ഛനറിയാലോ എന്റെ ഭർത്താവ് പീലിപ്പോസിനെ. അയാളാണെങ്കിൽ മൂക്കറ്റം കൂടിയാണ്. ഈ വീട്ടിലെ പണിയും 2 പിള്ളേരുടെ കാര്യങ്ങളും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നേരം കിട്ടാറില്ല. പക്ഷെ ഇനിയും തൊട്ട് ഞാൻ വരാൻ നോക്കാച്ചോ. അപ്പനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഷാപ്പ്, ഷാപ്പിൽ നിന്ന് ഇറങ്ങിയാ വീട്. കൂലിവേല ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവനും ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. പൈസ സമ്പാദിക്കണമെന്ന് തീരെ ആഗ്രഹമില്ല. ഞങ്ങളെ പറ്റി ഒരു ചിന്തയും വീണ്ടും വിചാരവും ഇല്ല അച്ചോ. ഹോ, കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ആട്ടെ, ഈ പുണ്യാളിനിപ്പോൾ എവിടെ കാണും? ഇവിടെ നിന്ന് നേരെ വിട്ട പുള്ളി ഇപ്പോൾ നമ്മുടെ രാമുവിന്റെ ഷാപ്പിൽ കാണും. ശരി, ഞാനൊന്ന് പോയി അവനെ കാണട്ടെ. ഒരു കുടുംബനാഥനായി നിൽക്കേണ്ടവൻ കുടുംബം മുടിക്കാനാണോ പുറപ്പാടെന്ന് എനിക്കറിയണം. പുള്ളിയോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അച്ഛനൊന്ന് പോയി നോക്ക. ശരി. കൊച്ചുവെള്ളം തുഴയുന്ന പാട്ടൊന്ന് പാടടി കൊച്ചു കറമ്പി. പുള്ളിക്കുയിലേ പുഞ്ചപ്പാടം തുഴയും വേമ്പനാട്ട് കായൽ തിരകൾ എടാ പീലിപ്പോസെ, നീ ഇത് എത്രാമത്തെ കുപ്പിയാടാ ഈ കയറ്റുന്നത്? ഇങ്ങനെ കുടിച്ചാലേ നിന്റെ കരള് വാടിപ്പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ US കുടിക്കുന്ന കുഴപ്പം. നീ US വിറ്റിട്ടില്ലടാ ഞാൻ കുടിക്കണേ. അതിവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാ അത് ഞാൻ കാണിച്ചു തരാടാ. നീ ഇത്രയും നാൾ കുടിച്ചതിന്റെ കാശ് 875 രൂപ 50 പൈസ നാളെ എന്റെയും മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഒരു തുള്ളി കള്ള് പോലും ഞാൻ തരത്തില്ല. അത് നീ ഓർത്തു. ഇവിടെ രാമു, പൈസ പൈസ എന്ന് പറഞ്ഞ് നീ ചാവല്ലടാ. നമ്മളൊക്കെ ഒരു കുടുംബമല്ലടാ. നിന്റെ പൈസ എന്റെ പൈസ, നിന്റെ കള്ളുഷാപ്പ് എന്റെ കള്ളുഷാപ്പ്, നിന്റെ കുട്ടികൾ എന്റെ കുട്ടികൾ, നിന്റെ ഭാര്യ എന്റെ ഭാര്യ. അങ്ങനെയല്ല നമ്മൾ ജീവിച്ചത്. അയ്യടാ, നമ്മൾ അങ്ങനെയൊന്നും അല്ല ജീവിച്ചത്. എന്റെ കുട്ടികൾ എന്റെ മാത്രം, എന്റെ ഭാര്യ എന്റെ മാത്രം ഭാര്യ. അങ്ങനെയാ നമ്മൾ ജീവിച്ചത്, കേട്ടോ? ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നീ അങ്ങനെ ഉദ്ദേശിക്കണ്ട. എന്റെ കാശ് എനിക്ക് നാളെ തന്നെ കിട്ടണം.
കണക്കെല്ലാം കൂട്ടി നിനക്ക് ഞാൻ എത്ര കാശ് തരാറുണ്ട്? 875 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പിന്നെ ചോദിക്കുമ്പോൾ മാറ്റിപ്പറയല്ലേ കേട്ടോ. ഇല്ല, ഒരിക്കലും ഇല്ല. ശരി, ഞാൻ നിനക്ക് 1200 തന്നെന്ന് കരുതിക്കും. ബാക്കി എത്ര നീ എനിക്ക് തരാനുണ്ട്? ഏതാണ്ട് 350 രൂപ കാണും. ആ കാശ് നീ എനിക്ക് എപ്പോൾ തരും? അത് ഞാൻ തന്നിരിക്കും. അതെന്താടാ, എന്റെ കാശിന് വിലയൊന്നുമില്ലേ? ഇപ്പോൾ എന്റെ കയ്യിലില്ല, ഞാൻ ഉണ്ടാകുമ്പോൾ തരും. എന്റെ കാശ് എന്ന് എപ്പോൾ എവിടെ വെച്ച് കിട്ടുമെന്ന് നീ ഇപ്പൊ പറയണം. എടാ പീലിപ്പോസേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതെന്താടാ, നിനക്ക് തോന്നുമ്പോൾ കാശ് തരാൻ ഞാൻ നിന്റെ കുസൃതിക്കാരനാണോ? എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. എടാ എടാ പീലിപ്പോസേ, ഇപ്പോൾ നീ പറയുന്ന ഒന്ന് കേക്ക്. നീ വേണ്ട കൂടുതൽ പറയണ്ട. പീ. നീ കൂടുതൽ സംസാരിക്കണ്ട. എന്റെ അടുത്ത അവന്റെ കളി. അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. വേണ്ടടാ, നമ്മുടെ നെല്ലിക്കുഴിയച്ചനല്ലടാ വരുന്നേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ചോ ഷാപ്പിലൊക്കെ? ഈ വഴിയൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെയാ അച്ഛാ ഇത്? അച്ഛനും തുടങ്ങിയാ കൂടി. ഈ വഴിയൊന്നും ഒരിക്കലും വരരുത് എന്ന് വിചാരിച്ചതാ. പക്ഷേ ഞാൻ തേടുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് കുത്തിയിരിപ്പെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ അച്ചോ അത്? ആരത്? നിനക്കറിയാമായിരിക്കും, നമ്മുടെ വർഗീസേട്ടന്റെ രണ്ടാമത്തെ മകൻ പീലിപ്പോസ്. ഓ, അവനെയാണോ അച്ഛൻ തേടുന്നത്? അവൻ രാവിലെ കണ്ണു തുറന്ന കണി കാണുന്നത് ഈ കുപ്പികളാ. അച്ഛനെ അറിയാമോ? അവൻ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. ദേ, അവൻ അവിടെ ഇരിപ്പുണ്ട്. ദാണ്ടെ 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 അവിടെ ഇരിപ്പുണ്ടച്ചോ. എടാ രാമു, നീ അധികം പറയണ്ട. ഇവരെ എല്ലാം കള്ളു കുടിപ്പിച്ച് നശിപ്പിക്കുന്നത് നീ ഒരുത്തനാണ്. ഈ പാപമെല്ലാം നീ എവിടെ കൊണ്ട് തീർക്കുവടാ? അത് പിന്നെ ജീവിക്കണ്ടേ അച്ചോ? ഓ, ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അതന്നെ. ഡാ, എടാ പീലിപ്പോസേ, ഇവിടെ നോക്കടാ. ആ ഇതാരാ? അച്ഛനോ? ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എന്താ അച്ചോ ഈ വഴിക്കൊക്കെ അച്ഛന് തുടങ്ങിയ കൂടി? എന്തൊക്കെയായിരുന്നു? മക്കളെ കള്ളു കുടിക്കരുത്, സാത്താന്റെ വഴിയെ പോകരുത്, അത് ക്യാൻസർ എന്ന രോഗം പോലെ നമ്മളെ കാർന്നു തിന്നും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ ഒളിച്ചും പത്തും വന്ന് കുടിയ അച്ഛന്റെ പണിയല്ലേ? ഇതൊരു നടക്ക് പോവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്. നിർത്തടാ നിന്റെ ഓരോ അസഭ്യങ്ങൾ. അയ്യോ, അപ്പോൾ അച്ഛൻ കുടിക്കാൻ വന്നതല്ലേ അല്ലേ? അയ്യോ അല്ലേ, ഞാൻ കുടിക്കാനല്ല വന്നത്. നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും സങ്കടം കേട്ട് അതിനെപ്പറ്റി നിന്നോട് ചോദിക്കാൻ വന്നതാ. ഓ, അതിപ്പോൾ എന്താ ചോദിച്ച് മനസ്സിലാക്കണ അച്ഛ? അതിലൊന്നും വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. എടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തിനാ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നീ 2 പിള്ളേരുടെ അപ്പനല്ലേടാ? എന്താടാ, ഒന്ന് നന്നായി കൂടെ. നല്ല ചോദ്യം അച്ഛൻ്റെ. എന്തിനാ ഞാൻ കുടിക്കുന്നോ? നല്ല ചോദ്യം എന്റെ പൊന്നച്ഛ. ഞാനൊരു സാമൂഹ്യ സേവനമാ ചെയ്യുന്നത്. നമ്മുടെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന്. ഞാൻ അത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ല.
നീ എങ്ങനെയാ ഈ കുടിച്ച് സാമൂഹ്യ സേവനം ചെയ്യുന്നത്? അതായത് നമ്മുടെ ചെത്തുകാരൻ വാസുവൻ, ഷാപ്പിലെ ജോലിക്ക് രമണി, ഇവരുടെയൊക്കെ പറക്ക പറ്റാത്ത പിള്ളേരെ കാണുമ്പോ എന്റെ അച്ഛ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കും? ഇവർക്ക് ഇവിടെയൊക്കെ ജീവിക്കാനുള്ളതല്ലേ? ഈ കഷ്ടപ്പെട്ട് കുടിച്ചുണ്ടാക്കുന്ന കാശില്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കും? ഓ, അവരൊക്കെ പിള്ളേരുടെ അവസ്ഥയെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യാച്ച. അതന്നെ ചിന്തിക്കാൻ കൂടെ വയ്യ പാവയുടെ കാര്യം. ഓ, എന്തൊരു സ്നേഹം! നീ ഇങ്ങനെ നാട്ടുകാരുടെ ക്ഷേമം നോക്കി നടന്നു. എടാ, നീ ആദ്യം നിന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നോക്ക, എന്നിട്ട് മതി നിന്റെ സാമൂഹ്യ സേവനം. കുടുംബവും കുട്ടികളും ഇല്ലാത്ത അച്ഛൻ ആദ്യം എന്നോട് സംസാരിക്കണ്ട. അച്ഛൻ പോയി വൈകുന്നേരത്തെ കുർബാനയുടെ കാര്യം നോക്ക. അല്ലാണ്ട് പിന്നെ എടാ, സഭയാണ് എന്റെ ഭാര്യ, അതിലെ വിശ്വാസികളാണ് എന്റെ മക്കൾ. അതുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ എന്റെ സങ്കടവും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്രമാത്രം പറഞ്ഞത്. ഒന്ന് പോയ അച്ഛ, ഇത് തന്നെയല്ല അച്ഛന്മാരും പറയാറുള്ളത്. പക്ഷെ ഒരു പ്രയോജനവുമില്ല. പിരിവിന്റെ കാര്യം വരുമ്പോൾ സഭയില്ല, വിശ്വാസിലില്ല, അങ്ങനെ യാതൊരു സ്നേഹബന്ധങ്ങളും ഇല്ല. പിടിച്ചു നിർത്തി കാശ് വാങ്ങിക്കും. ഞാൻ ഇതൊക്കെ എത്ര കണ്ടേക്കുന്നു. അച്ഛനത് പോയേ. എടാ, നിനക്കൊരു മകനുണ്ടല്ലോ, അവനും ഇത് കണ്ടല്ലേ വളരുന്നത്. നാളെ അവനും നിന്നെപ്പോലെ ഇങ്ങനെ കുടിച്ചു നശിച്ചാൽ അവന്റെ ഭാവി എന്താകും? അവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ? അങ്ങനെ നീ അവന്റെയും കൂടി ഭാവി നശിപ്പിക്കുകയല്ലേ? അല്ലേ? എന്താണ് ഇത്? ഇല്ല അച്ഛാ, ഞാൻ കുടിക്കുന്നത് എന്റെ വിഷമം മാറാനാണ്. പക്ഷെ മോന് അങ്ങനെ യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല അച്ഛ. അത് കാണാം. എടാ, 10 ഗുണം 10 ഗുണം എന്നൊരു ചൊല്ലുണ്ട്. അത് ഓർത്താൽ നിനക്ക് നന്ന്. എന്റെ അച്ഛ, അവനെ പോലെ ഇത്രയും പഠിക്കാൻ മിടുക്കനായ ഒരുവൻ ക്ലാസ്സിൽ വേറെ ആരുമില്ല. കലയിലും കായിക മേഖലയിലും അവൻ വളരെ മിടുക്കനാണ് അച്ഛ. അങ്ങനെ സൽഗുണ സമ്പന്നനായ എന്റെ മകനെ പറ്റി ഇങ്ങനൊന്നും പറഞ്ഞുണ്ടാക്കരുത്. പഠിക്കാൻ മിടുക്കനാണ് പോലും. അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയും. ആട്ടെ, അച്ഛൻ അവന് എന്താണാവോ ചോദിച്ചത്? ഞാൻ അവനോട് ചോദിച്ചു, എടാ ജോർജെ, ഞാൻ നമ്മുടെ വടക്കയിൽ രാമുവിന്റെ കടയിൽ നിന്ന് 6 പഴം വാങ്ങി കഴിച്ചു. ഒരു പഴത്തിന് 2 രൂപ 50 പൈസയാണെങ്കിൽ ഞാൻ രാമുവിന് എത്ര കാശ് കൊടുക്കണമെന്ന്. അതിന് അവൻ എന്നോട് പറയുക, അവൻ അറിയില്ല, പോയി രാമുവിനോട് ചോദിക്കാൻ. അവന്റെ അഹങ്കാരം കണ്ടോ? എന്തു ചോദിച്ചാലും തർക്കുത്തരം. ആ, ഇതാണോ ഇത്ര വലിയ കാര്യം? എന്റെ അച്ഛ, ഞാനത് ചോദിക്കട്ടെ? ചോദിക്ക്. ഈ രാമുവിന്റെ കടയിൽ നിന്ന് പഴം വാങ്ങിച്ചത് ആരാ? ഞാനാ. അച്ഛനാണല്ലോ. അതിൽ നിന്ന് 6 പഴം ഓസിന് കഴിച്ചത് ആരാ? അതും ഞാനാ. അതോ അച്ഛനാണല്ലോ. അങ്ങനെ കണ്ട ആൾക്കാരുടെ കടയിൽ നിന്ന് ആരോടും ചോദിക്കാതെ ഓസിന് കയറ്റിയിട്ട് അതിന്റെ കണക്ക് എന്റെ മോനോട് ചോദിച്ചാൽ അവൻ പറയേണ്ട കാര്യം എന്താണെന്ന്? കണക്കറിയില്ലെങ്കിൽ ഈ മാതിരി പണിക്കൊന്ന് പോയതാ അച്ഛ. എന്റെ കർത്താവേ, എനിക്ക് വയ്യ ഇവനോടൊക്കെ പറയാൻ. ഞാൻ മടുത്തു. എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് വാതിൽ, അങ്ങോട്ട് വെക്ക്. ദൈവമേ, ഇവൻ എന്തു ചെയ്യുന്നുവെന്ന് ഇവൻ അറിയുന്നില്ല. ഇവനോട് പൊറുക്കണേ. ക്ഷമിച്ചോളും ക്ഷമിച്ചോളും. രാവിലെ തന്നെ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
ഹോ, ഇത്രയും നേരം ഉണ്ടായിരുന്നെങ്കിൽ 4 കുപ്പി അകത്താക്കാമായിരുന്നു. എടാ രാമുവേ, 2 കുപ്പിക്ക് എടുത്തോടാ. എടാ ശരിയാ എന്റെ തൊണ്ട വെള്ളം. എടാ ഞാനും കൂടെ അടിച്ചേക്കാടാ. ഇപ്പൊ കൊണ്ടുവരാടാ ഫിലിപ്പോസെ. നീ നല്ലോണം കുടിച്ചോ. അച്ഛൻ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കേട്ട് കുടി നിർത്തരുത്. അച്ഛന് കുടിക്കാൻ പറ്റാത്ത അസുഖം കൊണ്ട് പറയുന്നാടാവൂ ഇതൊക്കെ. പിന്നെ അതെനിക്കറിയില്ലേ, നീ പറഞ്ഞിട്ട് വേണോ അതെനിക്കറിയാ. ആ മിടുക്കൻ. പിന്നെ ഈ 2 കുപ്പി കൂടി കൂട്ടി 1050 രൂപ എനിക്ക് നാളെ കിട്ടണം. അത് വേറെ കാര്യം കേട്ടോ. എടാ വാസുവേ, എന്നതാടാ? അച്ഛൻ പറഞ്ഞതിലും കാര്യമില്ലേ? ഉണ്ട്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. നമ്മളിങ്ങനെ കുടിച്ച് നശിക്കണോടാ. നീ പോടാ ഡാഷ് മോനെ. എടാ ഫിലിപ്പോസെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ. നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടടാ. നീ എനിക്ക് അത്ര പൈസ തരികയും വേണ്ട. എന്നാൽ പിന്നെ ഞാൻ നിനക്ക് ഇപ്പോൾ എത്ര തരണം? നീ എനിക്ക് ഒരു 900 രൂപ തന്നാ മതി. എന്തോ നീ എന്താ പറഞ്ഞേ? കേട്ടില്ല. ഒരു 800 രൂപ. അതും കേട്ടില്ല. നീ ഒന്നുകൂടെ പറഞ്ഞേ. ഒരു 600 എങ്കിലും താടേ. അതും കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. എന്താണെന്ന് അറിയില്ലടാ വാസു. ചെവിക്ക് ഈയിടെ ഭയങ്കര കുഴപ്പമാ. ശരിയാടാ, നമുക്ക് ഏതെങ്കിലും നല്ല രാക്കറ്റിനെ കാണാടാ. ഒന്ന് പോടാ. ഒരു 300 രൂപയെങ്കിലും താടേ. ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഇപ്പൊ ചെവി കേൾക്കാം. നമുക്കൊന്ന് ആലോചിക്കാം. അല്ലേടാ വാസു? അതെ അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നീയൊക്കെ കൂടി എന്റെ വയറ്റത്ത് അടിക്കുമല്ലോടാ. അതിനെന്താ, ഞങ്ങൾക്കതിന് യാതൊരു കുഴപ്പവുമില്ല. അല്ലേടാ വാസു? അതിനെന്താ, അതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ലടാ. എടാ ഇടിക്കടാ. എടാ മാറി നിക്കടാ. എന്നെ ഇടിക്കടാ. കള്ളൻ. എടാ പിടിക്കടാ അവനെ. അയ്യോ, ദേ കള്ളൻ.